ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഹിസ്റ്ററിയിലെ മെയിൻ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മോഡ്യൂൾസാണ്. 2 മോഡ്യൂളുകളാണ്. അത് നമുക്ക് സെലക്റ്റീവാണ്. നിങ്ങൾക്ക് ഏതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മോഡ്യൂൾ 1 ആണോ മോഡ്യൂൾ 2 ആണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഈ 2ലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോമൺ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിലുള്ള അത്രയും കാര്യങ്ങളൊന്നും ഓരോ ചാപ്റ്ററിലും പറയുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പ്രാചീന രാഷ്ട്രങ്ങൾ. ഏർലി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രാചീന രാഷ്ട്രങ്ങൾ. അപ്പോൾ അത് നമ്മളതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസിൽ തന്നെ നമ്മളിപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചിട്ടും മഹാജനപദങ്ങളെക്കുറിച്ചിട്ടും ചോളന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ വെറുതെ മഹാജനപദങ്ങളെക്കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. മഗധ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ചോളന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കാനുള്ളതാണ്. നമ്മൾ പഠിച്ചു തന്നെയാണ്. അപ്പോൾ ആ മോഡ്യൂളിൻ്റെ ഭാഗമായിട്ടും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ പഠിച്ചു തന്നെയാണ്. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് പ്രജാപത്യപരമായ മഹാജനപദങ്ങളും ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ജനപദങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നോക്കിയതാണ്. നമുക്കിവിടുന്ന് പ്രാചീന രാഷ്ട്രങ്ങളിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ജനപദങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഏകാധിപത്യപരമായിട്ടുള്ള ജനപദങ്ങളും പ്രജാപത്യപരമായിട്ടുള്ള ജനപദങ്ങളും. ഏകാധിപത്യപരമായിട്ടുള്ള ജനപദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ രാജാവാണ് എല്ലാതും. അതായത് എല്ലാ അധികാരങ്ങളും എവിടെയാണ്, രാജാവ് അല്ലെങ്കിൽ കുലാധിപനായിരുന്നു. അപ്പോൾ ആൾ പറയുന്നതാണ്, രാജാതിർത്തിയുടെ തലവൻ എന്ന് പറയുന്നത് ഈ രാജാവാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്. മതപരമായിട്ടുള്ള പല യാഗങ്ങളും ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഇതിനെയാണ് ഏകാധിപത്യപരമായിട്ടുള്ള ജനപദങ്ങൾ, മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊണാർക്കിയൽ മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രജാപത്യപരമായ അല്ലെങ്കിൽ റിപ്പബ്ലിക് മഹാജനപദം എന്ന് പറയുമ്പോൾ ഇവിടെ രാജാവ് എന്ന് പറയുന്നത് രാജാസ് എന്ന് പറയുന്ന രാജാവിനെ രാജാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ എലക്ഷനൊക്കെ പോലെ തന്നെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് രാജാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്നാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സഭ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക അസംബ്ലി സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. സഭയിലെ അംഗങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുവന്ന സഭയിൽ ചർച്ച ചെയ്യുകയും വോട്ടിങ്ങിനിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു. ഈ രാജാസിൽ 7707 അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ രാജാസിന് പ്രത്യേക കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. ഇത്തരം കൃഷിഭൂമികളിൽ തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ യാഗങ്ങൾ നടത്തുന്നതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മൗര്യന്മാരുടെ ഉയർച്ച, മഗധയുടെയും മൗര്യന്മാരുടെയും ഉയർച്ച എങ്ങനെയായിരുന്നു എന്നുള്ളത്. നന്ദന്മാർക്ക് ശേഷമാണ്, നന്ദരാജവംശത്തിന് ശേഷമാണ് മൗര്യന്മാർ ഉയർന്നു വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കീഴിൽ മഗധയിലാണ് വിസ്തൃതമായിട്ടുള്ള ഈ രാജവംശം BC 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടത്. നന്ദന്മാരെ പുറത്താക്കിയിട്ടാണ് ഇവർ ഈ മൗര്യ രാജവംശം സ്ഥാപിച്ചത്. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേൽക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്ന നയതന്ത്രജ്ഞൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് അദ്ദേഹം ഈ ചന്ദ്രഗുപ്ത മൗര്യൻ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ കൗടില്യൻ്റെ സഹായത്തോടൊരു സൈന്യത്തെ സംഘടിപ്പിച്ച് നന്ദവംശത്തിലെ അവസാന രാജാവായിട്ടുള്ള ധനനന്ദനെ അദ്ദേഹത്തിൻ്റെ ക്രൂരഭരണം അവസാനിപ്പിക്കുകയും അങ്ങനെ അവരുടെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രം പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അങ്ങനെ അവർ മൗര്യ സാമ്രാജ്യം വ്യാപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അലക്സാണ്ടർ പിന്നീട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ പോവുകയും അവിടെ അലക്സാണ്ടർ അവശേഷിച്ച് പോയിട്ടുള്ള ഗ്രീക്ക് സൈന്യത്തെ അവരെയും കൂടെ പറഞ്ഞു വിട്ടിട്ട് ഈ നമ്മുടെ മൗര്യ സാമ്രാജ്യം വളരെയധികം വ്യാപിപ്പിക്കാനും ചന്ദ്രഗുപ്ത മൗര്യന് കഴിഞ്ഞു എന്നാണ് പറയണത്. ചാണക്യൻ്റെ നയതന്ത്രജ്ഞത, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ യുദ്ധവൈദഗ്ധ്യം, അതേപോലെ
ധനനന്ദൻ്റെ ജനപിന്തുണ ഇല്ലായ്മ, ഇതൊക്കെയാണ് എന്ത് മൗര്യ സാമ്രാജ്യ വിജയത്തിന് കാരണങ്ങളായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗുപ്ത സാമ്രാജ്യം എങ്ങനെ വികാസം പ്രാപിച്ചു എന്നുള്ളതാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അത്രയ്ക്ക് ഒരു വികാസമൊന്നും ഗുപ്ത സാമ്രാജ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏകദേശം അതിൻ്റെ പകുതിയോളം എന്താണ് ഗുപ്ത സാമ്രാജ്യം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്ര ബിന്ദു രാജാവായിരുന്നു. സിവിൽ ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായ സംവിധാനത്തിൻ്റെയും തലവൻ രാജാവായിരുന്നു. മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ മുതിർന്നവരാരും എന്താണ് അവർ അധികാരം പങ്കിട്ടിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മഹാരാജാതിരാജ എന്നൊരു പദവി സ്വീകരിച്ചു. ലിച്ചാവി എന്ന രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചു. അതുവഴി മഗധി ഗുപ്തന്മാരുടെ അധീനതയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഇവരെന്താ ചെയ്തിരുന്നത് വെച്ചാൽ യുദ്ധത്തിലൂടെയും വിവാഹത്തിലൂടെയും സാമ്രാജ്യം വെട്ടിപ്പിടിക്കുക, അങ്ങനെയായിരുന്നു ഈ ഗുപ്തന്മാരുടെ ഒരു രീതി. ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുള്ള വിശദമായിട്ട് ഗുപ്ത സാമ്രാജ്യം നമ്മൾ കണ്ടുള്ളതാണ്. അങ്ങനെ BC 320 ഗുപ്ത സാമ്രാജ്യം തുടങ്ങുന്നത്. ചന്ദ്രഗുപ്തന് ശേഷം സമുദ്രഗുപ്തൻ പിൻഗാമിയായിട്ട് അവരോധിക്കപ്പെടാണ്. അപ്പം അദ്ദേഹമാണ് സമുദ്രഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിലെ വളരെ കഴിവുറ്റൊരു ഭരണാധികാരി. അപ്പോൾ നമ്മളതൊക്കെ പഠിക്കുമ്പോൾ ഓരോ ഭരണാധികാരികളെ കുറിച്ചും ഓരോ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്താൽ മതി കേട്ടോ. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്രമിച്ചും യുദ്ധത്തിലൂടെയും അതുപോലെ വിവാഹത്തിലൂടെയും എന്ത് ചെയ്യുക, രാജ്യം വികസിപ്പിക്കുക. അതായിരുന്നു അവരുടെ ഒരു തന്ത്രം. അപ്പോൾ അവരുടെ കുറേ വിജയങ്ങളൊക്കെ പറയുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായിട്ട് 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. ഡെക്കാനിലെയും ദക്ഷിണേന്ത്യയിലും 12 രാജാക്കന്മാരെ തോൽപ്പിച്ചു. മധ്യേന്ത്യയിലെ 18 രാജ്യങ്ങളെയും സമുദ്രഗുപ്തൻ കീഴടക്കി. അങ്ങനെ അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ സമുദ്രഗുപ്തൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അങ്ങനെ അവസാനം എന്താണ്, വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്ര മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു ഗുപ്ത സാമ്രാജ്യം. അപ്പോൾ 380 BC 380 സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്ത രണ്ടാമൻ അധികാരത്തിൽ നിയമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. വിവാഹബന്ധങ്ങളിലൂടെ അക്രമങ്ങളിലൂടെയാണ് ഇവരുടെ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതിന് ശേഷം ശാകന്മാരോട് യുദ്ധം ചെയ്തിട്ട് ശാകന്മാരുടെ പ്രദേശങ്ങളും ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ തന്നെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം കലയെയും സാഹിത്യത്തെയും ഒക്കെ അവർ എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്താണ് ആര് വന്നത്, ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി ഇന്ത്യ സന്ദർശിച്ചത്. ഇത് നമ്മൾ പഠിച്ചതാണ്, വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി വെച്ചിട്ട് ആ ചാപ്റ്റർ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാം. ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്തിട്ട് എഴുതാം. ഇനി നമുക്ക് ചോള സാമ്രാജ്യത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പോൾ ആകെ ഇത്രയാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ചോള സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാനാണെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ചോള സാമ്രാജ്യം വരുന്നത്. ഒന്നാം ചോള സാമ്രാജ്യം AD 1-ാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് സ്ഥാപിച്ചത്. പിന്നീട് AD 847 ഇതിന് പതനത്തിന് ശേഷം വിജയലയ ചോളൻ 2-ാം ചോള സാമ്രാജ്യം സ്ഥാപിച്ചു. ഇവരുടെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. അപ്പോൾ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഈ ചോള സാമ്രാജ്യം നിലനിന്നിരുന്നു. ഈ ചോളന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഭരണത്തെ 3ആയിട്ട് തിരിച്ചിരുന്നു: കേന്ദ്രഭരണം, പ്രാദേശിക ഭരണം, ഗ്രാമഭരണം. കേന്ദ്രഭരണം, പ്രാദേശിക ഭരണം, ഗ്രാമഭരണം. കേന്ദ്രഭരണം എന്ന് പറയുമ്പോൾ എല്ലാ ഭരണത്തിൻ്റെയും തലവൻ ആരാണ്, രാജാവായിരുന്നു. ഈ രാജപദവി എന്നാണ് പരമ്പരാഗതമായി കിട്ടുന്നതാണ്. അപ്പോൾ ആരാണോ രാജാവ്, അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നെ ആളുടെ മകൻ, അങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടുന്നതാണ്. ഈ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരുണ്ടായിരുന്നു. മന്ത്രിമാരുടെ കൗൺസിലിനെയാണ് ഉദയൻ കൂട്ടം എന്ന് പറയുക. ഉദയൻ കൂട്ടം. ഈ ഉദയൻ കൂട്ടത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ദിനം പ്രതിയുള്ള ഭരണവും അല്ലെങ്കിൽ രാജാവിൻ്റെ ഉത്തരവാദിത്തങ്ങളും നിയമങ്ങളും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി സെക്രട്ടറി ഉണ്ട്, ആളെ പറയുന്ന പേരാണ് ഓലൈ നായകം. അതുപോലെ ക്ലർക്കിനെ പറയുന്ന പേര് വിദ്യാധികാരി. നമ്മളിതുപോലത്തെ രസകരമായ പേരുകൾ നമ്മൾ മുന്നിൽ കണ്ടുള്ളതാണല്ലേ, ഇതുപോലത്തെ ഓരോ സാമ്രാജ്യങ്ങൾ പഠിച്ചപ്പോൾ. ഇനി പ്രാദേശിക ഭരണം എന്ന് പറയുമ്പോൾ രാജ്യത്തെ മണ്ഡലങ്ങളായി തിരിച്ചിരുന്നു.
മണ്ഡലങ്ങളെ വലനാടുകളായി തിരിച്ചിരുന്നു, ബലനാടുകളെ നാടുകളായി തിരിച്ചിരുന്നു, നാടുകളെ കൂട്ടങ്ങളായും കൂട്ടങ്ങളെ ഗ്രാമങ്ങളായും തിരിച്ചിരുന്നു. ഇതാണ് പ്രാദേശിക ഭരണത്തിൽ വരുന്നത്. ഇനി ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരം ഭരണ സംവിധാനമാണ് ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് ബ്രാഹ്മണരുടെ ഒരു ഗ്രാമം, അതിനെയാണ് ബ്രഹ്മധേയ ഗ്രാമം എന്ന് പറയുന്നത്. ബ്രാഹ്മണരുടെ ഗ്രാമമാണ് ബ്രഹ്മധേയ ഗ്രാമം എന്ന് പറയുന്നത്. ഇനി സാധാരണക്കാരുടെ ഗ്രാമത്തിനെയാണ് ഊർ എന്ന് പറയുന്നത്. ഊർ. ബ്രാഹ്മണരുടെ അസംബ്ലിനെ മഹാസഭ എന്നും സാധാരണ ജനങ്ങളുടെ സഭേനെ മണ്ഡ്രം എന്നുമാണ് പറയുക. മണ്ഡ്രം. അപ്പോൾ ഈ മഹാസഭയുടെ രൂപീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിനും 30 വാർഡുകളായിട്ട് തിരിക്കും. ഓരോ വാർഡിനും ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും, വാർഡ് മെമ്പറെ പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വാർഡ് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ബ്രാഹ്മണന്മാരുണ്ടാവും അല്ലേ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുതരം നറുക്കെടുപ്പാണ് നടക്കുക. അപ്പോൾ ആ ഒരു നറുക്കെടുപ്പ് ഓലയിൽ എഴുതിയിട്ട് അതിൽ നിന്ന് 30 ആൾക്കാരെ പേര് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓലയിൽ എഴുതി ആ കുടത്തിലിടണം എന്നുണ്ടെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകൾ എന്ന് പറയാനായിട്ട് പ്രതിനിധിയായിട്ട് മത്സരിക്കാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് സ്വന്തം ഉടമസ്ഥതയിൽ സ്ഥലം വേണം, ആ സ്ഥലത്ത് താമസിക്കാനായിട്ട് സ്വന്തം വീട് വേണം, 35-നും 75-നും ഇടയിൽ പ്രായം വേണം, വേദങ്ങൾ അറിഞ്ഞിരിക്കണം. വേദങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, എന്തും വേണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും യോഗ്യതയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര യോഗ്യതയുള്ള ഒരാളുടെ പേര് എഴുതിയിട്ട് ആ ഒരു ഓലയിൽ എഴുതിയൊരു കുടത്തിലിടും. അങ്ങനെ അത്ര പേരുണ്ട്, അവരുടെയൊക്കെ പേര് എഴുതിയിട്ടിടും. അതിൽ നിന്ന് 30 പേരുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യും. ആ 30 പേരുകൾ എന്താണ്, ഓരോ വാർഡുകൾക്കും പ്രതിനിധിയായിട്ട് വെക്കും. ഇനി ഓരോ വാർഡിലും തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ളവരുടെ പേരുകൾ ഓലയിൽ അങ്ങനെ വെക്കും. അപ്പോൾ 30 അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത കമ്മിറ്റികൾ ഉണ്ടാക്കും. മഹാസഭയിലെ അംഗങ്ങളെ പെരുമക്കളെന്നും കമ്മിറ്റിയിലെ അംഗങ്ങളെ വാരിയ പെരുമക്കളെന്നും പറയും. ഇങ്ങനെ എടുക്കുന്ന 30 അംഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുക, വ്യത്യസ്ത കമ്മിറ്റികൾ ഉണ്ടാക്കും. ആ കമ്മിറ്റികളിലുള്ള മഹാസഭയിലെ അംഗങ്ങളാണ് പെരുമക്കൾ. പിന്നെ അതിൽ ഈ 30 ആളിൽ നിന്ന് ഉണ്ടാക്കുന്ന വേറെ കമ്മിറ്റീനെയാണ് വാരിയ പെരുമക്കളെന്നും വിളിക്കുക. ഇതാണ് ഗ്രാമങ്ങളുടെ ഒരു ഭരണം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എന്ത്, ഗ്രാമഭരണം. അപ്പോൾ ഈ ചാപ്റ്ററിലും ഇത്രയേ ഉള്ളൂ. മഹാജനപദങ്ങളെ കുറിച്ചിട്ട്, അതേപോലെ മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, ചോള സാമ്രാജ്യം, 4 സാമ്രാജ്യത്തെക്കുറിച്ച് വളരെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ മോഡ്യൂളിലെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അടുത്ത മോഡ്യൂളിൽ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നേ കോമൺ ആയിട്ടുള്ളതിൽ പഠിച്ച കാര്യങ്ങളാണ് 2 മോഡ്യൂളിലും വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.